أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഏറെ സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, വളരെ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ പകലുകളിലൂടെയാണ് വിശ്വാസികളായ ആളുകൾ മുന്നോട്ട് പോകുന്നത്. വളരെ ശ്രേഷ്ഠകരമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസിൽ നിന്ന് ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ള പറയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹി സുബ്ഹാനഹു വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ പക്കൽ ശ്രേഷ്ഠകരമായതോ ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതോ ആയ മറ്റൊരു ദിവസങ്ങളുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഫക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. നിങ്ങൾ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കണം എന്നാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് പോന്നതുപോലെയുള്ള ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതിന് പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ 10 ദിവസങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും അധികരിപ്പിക്കേണ്ട അതിവിശിഷ്ടമായ ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമുക്കറിയാം, അള്ളാഹുവിൻ്റെ അടിമകളായ വിശ്വാസികൾക്ക്, അള്ളാഹുവിൻ്റെ ദാസന്മാർക്കായി നിശ്ചയിച്ച മഹത്തായ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഒരു കർമ്മത്തിൻ്റെ പേരിലാണ് ഈ ഒരു മാസത്തിനെ അള്ളാഹു പേര് വിളിച്ചിട്ടുള്ളത്. ദുൽഹജ്ജ് മാസം എന്നാണ് നമ്മൾ പറയാറുള്ളത്, അഥവാ ഹജ്ജിന്റെ മാസം എന്നാണ് അതിനർത്ഥം. എന്തുകൊണ്ട് ഈ ഒരു മാസത്തിന് ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കർമ്മത്തിൻ്റെ മഹത്തായ നേട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ അല്പം ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇഹത്തിലും പരത്തിലും ഒരുപാട് നന്മകൾ ശേഖരിക്കാൻ വിശ്വാസിയെ സഹായിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ്, ഇബാദത്താണ് ഹജ്ജ്. നമ്മുടെ നാട്ടിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് ധാരാളക്കണക്കിനുള്ള ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അവരെ അതിൻ്റെ മുഹൂർത്തത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഹാജിമാർ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. ഹജ്ജ്, ഉംറ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന
ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്, അവസരമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അതിനിടയിൽ അവന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഒരു ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. നല്ലൊരു ഹജ്ജ് നിർവഹിച്ച ഒരാൾക്ക് സ്വർഗമല്ലാതെ അള്ളാഹു മറ്റൊന്നും നൽകൂല. അപ്പോ മബ്റൂറായ ഹജ്ജ്, പുണ്യം നിറഞ്ഞ ഹജ്ജിന് അള്ളാഹു നൽകുന്ന സ്വർഗമാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞത്, സമീഅതു നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്തുഹു ഉമ്മുഹു. ഒരു ഹജ്ജ് നിർവഹിച്ച് ആ ഹജ്ജിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യങ്ങളും അവന്റെ ജീവിതത്തിലില്ല. ഒരു വേണ്ടാത്തരങ്ങളോ തോന്നിവാസങ്ങളോ ഒന്നുമില്ലാത്ത ശുദ്ധമായ ഒരു ഹജ്ജ് നിർവഹിച്ച് ഒരു മനുഷ്യൻ റജഅ കയൗമി വലദത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച രീതിയിലാണ് അവന്റെ നാട്ടിലേക്ക്, അവന്റെ വീട്ടിലേക്ക് മടങ്ങുന്നത് എന്നാണ്. ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളരെ മാനസികമായി ശാരീരികമായി നിഷ്കളങ്കനാണ്. ഒരു വേണ്ടാവൃത്തിയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഇതുപോലെയാണ് ഒരു നല്ല ഹജ്ജ് നിർവഹിച്ച് മടങ്ങുന്ന ഒരു മനുഷ്യൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തെ നമ്മുടെ ജീവിതവുമായി നാം ഒന്ന് ബന്ധപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ സൂക്ഷ്മത പുലർത്തേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഈ മഹത്തായ ഇബാദത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ധാരാളം പാഠങ്ങളും ഉത്ബോധനങ്ങളുമുണ്ട്. അതിലൊന്ന് എന്താന്ന് ചോദിച്ചാൽ, ഹജ്ജ് എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ, അത് പരിശോധിക്കുമ്പോൾ നമുക്കുള്ള വലിയൊരു ഗുണപാഠം, ഹജ്ജിന് പോകുന്നവരായാലും പോകാത്തവരായാലും ഒക്കെ അവർക്കുള്ള ഗുണപാഠം എന്ത്? ഇപ്പൊ കുറെ ആളുകള് മക്കയിൽ ചെന്നിട്ട് ഹജ്ജ് നിർവഹിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. ബാക്കി നാട്ടിലുള്ളവര് അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതെ ഇങ്ങനെ കഴിയാം എന്നതല്ല, മറിച്ച് നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാർ ഹജ്ജ് നിർവഹിക്കുമ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക്, വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് അതിലൂടെയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ ഇപ്പൊ നമുക്കറിയാം 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളുടെ ഒരു സൂറത്തിന്റെ പേര് തന്നെ അൽ ഹജ്ജ് എന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരു മാസത്തിന് അല്ലാഹു ദുൽഹജ്ജ് എന്ന് നാമകരണം ചെയ്തു. 114 സൂറത്തുകൾക്കിടയിൽ ഒരു സൂറത്തിന് അല്ലാഹു സൂറത്തുൽ ഹജ്ജ് എന്നും നാമകരണം ചെയ്തിട്ടുണ്ട്, അതിന് പേര് വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചില കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുന്നതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ 114 സൂറത്തുകളിൽ 22ാമത്തെ സൂറത്തായി അള്ളാഹു ഹജ്ജിനെ പഠിപ്പിക്കുമ്പോ ആ ഹജ്ജ് എന്ന് പറയപ്പെട്ട പേരിട്ട ആ സൂറത്തിന്റെ 1ാമത്തെ ആയത്ത് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് നാളുമായി, പരലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അത് ഇപ്രകാരമാണ്: യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ,
ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അലീം, നിശ്ചയമായും ലോകാവസാന ഘട്ടത്തിലെ പ്രകമ്പനം അത് വമ്പിച്ച ഒരു കാര്യമാണ്. അതാണ് ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അലീം. അന്ത്യനാളിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെ ആയത്ത് അല്ലാഹു തുടങ്ങുന്നത്. അത് വമ്പിച്ച ഒരു കാര്യമാണ് ആ പ്രകമ്പനം എന്നാണ്. എന്നിട്ട് പറഞ്ഞു യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർളഅത്. ഖുർആൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ അത് കാണുന്ന ദിവസം, ഏത് ആ അന്ത്യനാളെങ്ങാനും ഒരാൾ കാണാനുള്ള അവസരമുണ്ടായാൽ അതിന്റെ ഭയാനകതയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീയും അവൾ മുല കൊടുക്കുന്ന കുട്ടിയെക്കുറിച്ച് അശ്രദ്ധയിലായി തീരും. അപ്പൊ ഒരു കുഞ്ഞിനെ മുല കൊടുക്കുന്ന ഒരു സ്ത്രീ ആ കുട്ടിക്കൊരു പോറലും ഏൽക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ അമ്മിഞ്ഞ പാല് ആ കുട്ടിക്ക് നുകരുന്നതോടൊപ്പം ആ കുട്ടിയുടെ തലയിലൊക്കെ ചുംബിച്ചുകൊണ്ട് ആ കുട്ടിയെ തലോടിക്കൊണ്ട് സ്നേഹം പങ്കിടുന്ന ആ മാതാവ് എന്ത് ചെയ്യുന്നറിയോ? ആ കുട്ടിയെ കുറിച്ച് അശ്രദ്ധയായി മാറും. ഗർഭവതികളായ ഓരോ സ്ത്രീയും അവരുടെ ഗർഭം പ്രസവിച്ചു പോവുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? ആ ദിവസത്തിന്റെ ഭയാനകത, ആ ദിവസത്തിന്റെ പ്രത്യേകത, അന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഘോരമായ ശബ്ദങ്ങൾ, ഇതെല്ലാം കാരണം ഗർഭത്തിലിരിക്കുന്ന സ്ത്രീ, ഗർഭവതിയായ സ്ത്രീ ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ഗർഭം പ്രസവിച്ചു പോകുമെന്നാണ്. ജനങ്ങളെ മുഴുവനും നിങ്ങൾക്കൊരു മത്ത് പിടിച്ചവരായി കൊണ്ട് കാണാൻ പറ്റും. പക്ഷെ അവൻ മത്തന്മാരല്ല, അവരെന്തെങ്കിലും മത്ത് പിടിക്കുന്ന സാധനം കഴിച്ചുകൊണ്ട് ലഹരിയിൽ പെട്ടതല്ല. അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമായതാണ്. ആ കഠിനമായ ദിവസത്തെക്കുറിച്ചുള്ള ആ ഒരു ഭയാനകതകൾ കാരണം ഈ പറയപ്പെട്ട അവസ്ഥകളൊക്കെ ലോകത്തുണ്ടാകും. മുല കൊടുക്കുന്ന ഒരു കുട്ടിയെ മാതാവ് വലിച്ചെറിയും. ഗർഭമുള്ള സ്ത്രീ ആ ശിശുവിനെ പുറന്തള്ളിപ്പോകും. അതേപ്രകാരം ആളുകളൊക്കെ പാടെ മത്തന്മാരായിക്കൊണ്ട് ലഹരി പിടിച്ചവരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈയാൻ പാറ്റകളെ പോലെ പരസ്പരം പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവർ എന്തല്ല യഥാർത്ഥത്തിൽ മത്തന്മാരല്ല അവര്. അന്നത്തെ ആ ഭയാനകതകൾ കാണുമ്പോ, അന്നത്തെ ആ പൊട്ടലും ചീറ്റലും കാണുമ്പോ സംഭവിച്ചു പോകുന്നതാണ് അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമായതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെയും 2-ാമത്തെയും ആയത്തിൽ പഠിപ്പിക്കണം. അപ്പൊ നോക്കി, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഹജ്ജ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തെയാണ്, അതേപ്രകാരം അന്ത്യനാളിനെയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഇതൊക്കെ ഇപ്പൊ എങ്ങനെയോ യാദൃശ്ചികമായി ആയത്തുകൾ ബന്ധപ്പെട്ടതാകുമെന്ന്. പക്ഷെ അതിനുള്ള മറുപടിയും ആ തോന്നലിനുള്ള മറുപടിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലൗകാനമിൻ എന്ത് വൈരില്ല, ഇത് അള്ളാഹുവിൽ നിന്നല്ലാത്ത ഒരുത്തരിൽ നിന്നാണ് ഈ വിശുദ്ധ ഖുർആന്റെ അവതരണമെങ്കിൽ വജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളം ഇഖ്തിലാഫുകൾ നിങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. ഓരോ ആയത്തുകളും വെക്കേണ്ട സ്ഥാനത്താണ് കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ കുത്താബീങ്ങള് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്ന ആയത്തുകൾ ഇന്നതിന്റെ ബാക്കിയായിട്ടാണ് വരേണ്ടത്. അല്ലാതെ പ്രവാചകന് കിട്ടിയ വഹികളൊക്കെ പാട് എഴുതാതിരുന്ന വഹി എഴുത്തുകാര് അവർക്ക് തോന്നിയതുപോലെ എഴുതിയതല്ല. പ്രവാചകന് കൃത്യമായി വഹി കൊടുത്തു, ഇതാ ഇന്നത് പോലെയാണ്, ഇന്നത് വരേണ്ടത് ഇന്ന സ്ഥാനത്താണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്നത്, ഹജ്ജും അന്ത്യദിനവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മളൊന്ന് ശരിക്കൊരു പഠന വിധേയമാക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിചിത്രമായ സാമ്യമുണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും.
ഒന്ന്, ഹജ്ജിന് പുറപ്പെടുന്നവർ കുടുംബത്തോട് യാത്ര പറഞ്ഞുകൊണ്ടാണല്ലോ പുറപ്പെടുന്നത്, അല്ലേ? ആ പുറപ്പാട് നമ്മളോടൊക്കെ പറഞ്ഞു പോയ ആൾക്കാരില്ലേ, ഞാനിതാ ഈ വർഷം ഹജ്ജിന് പോവുകയാണ്, ഞാൻ പെണ്ണുങ്ങളുണ്ട്, എളാപ്പാന്റെ മോനും കൂടെ ഉണ്ട്, അതിൽ ഇളയമ്മുണ്ട്, എളാപ്പുണ്ട്, അപ്പൊ ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ യാത്ര പറച്ചിൽമ തുടങ്ങിയാണ് ഈ മരണവുമായുള്ള അവരുടെ ബന്ധം, അഥവാ ഒരു വിശ്വാസിയുടെ ബന്ധം ഹജ്ജുമായി എത്രമാത്രം, അല്ലെങ്കിൽ പരലോകവുമായി അന്ത്യദിനവുമായി എത്രമാത്രം ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ ഹജ്ജിന് പോകുന്ന യാത്ര തന്നെ മതി. നോക്കൂ നിങ്ങളെ, ഇത് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഓർമ്മപ്പെടുത്താൻ തിരിച്ചു വരാത്ത, അഥവാ ചിലപ്പോൾ മടക്കമില്ലാത്തൊരു യാത്ര ആയേക്കാം അത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞേക്കുമ്പോ മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ അള്ളാഹു നിനക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന്. തിരിച്ചു വരണം. തിരിച്ചു വരാത്തവരുണ്ട്, അല്ലേ? തിരിച്ചു വരാത്തവരുണ്ട്. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ഒരു വയോധികനായ ഒരു മനുഷ്യനെ മാസം 4 എണ്ണം കഴിഞ്ഞിട്ടാ തിരിച്ചു കിട്ടിയത് ആ കുടുംബത്തിന്, അതും മയ്യത്തായിട്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ യാത്ര തന്നെ ഒരു മരണത്തിലേക്കുള്ളൊരു യാത്രയുടെ സൂചകമായിക്കൊണ്ടാണ് നടത്താറുള്ളത്, അല്ലെ? എല്ലാ പാതയങ്ങളും ഒരുക്കി വെച്ച് നിങ്ങൾ നടച്ചേക്കാണ്. നാളെ ഹജ്ജ് കഴിഞ്ഞിട്ട് ദുൽഹജ്ജ് 11 അന്ന് പെരേക്ക് എത്തും എന്ന് ബോധ്യമുള്ള ആർക്കാ ഉറപ്പുള്ളത്? അതുകൊണ്ടല്ലേ ഹാജിമാര് പോകുമ്പോ ശരിക്കും ആ കണ്ണിന്ന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ കണ്ണീരോട് കൂടിയാണ് അവർ ഇറങ്ങിപ്പോണത്. സഹോദരന്മാരെ, അവരുടെ കണ്ണീരെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അധികം വിശദീകരിച്ച് നമുക്കിത് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയങ്ങള്, നമുക്കറിയാം ഒരു ഹാജി ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് തീർത്ഥാടകൻ സ്വയം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഹജ്ജിന്റെ വസ്ത്രം അണിഞ്ഞാ പിന്നെന്ത് പാടില്ല? സുഗന്ധദ്രവ്യങ്ങൾ, പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ആ കുളി കഴിഞ്ഞ് അവന്റെ ശരീരത്തിൽ എന്ത് ചെയ്യണം? സുഗന്ധം അവന് പുരട്ടാം, അല്ലേ? ഇതും ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിഷയം അതിലുണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ മരിച്ച ഒരാളെ കഫൻ ചെയ്യുമ്പോ ശരിക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാത്ത നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കഫം പുടവയിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഹാജി ഇഹ്റാമിന്റെ വേഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ എന്ത് ചെയ്യണം? പെർഫ്യൂംസ് ഉപയോഗിക്കാം, അവന്റെ ഡ്രസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ചുരുക്കി പറയാം. മൂന്നാമത്തെ ഒരു വിഷയം, ഹജ്ജ് വസ്ത്രം പുരുഷന്മാർക്ക് ഒരു തുണിയും ഒരു മേൽമുണ്ടും മാത്രമാണ്. തുന്നിക്കൂട്ടിയതൊന്നും പാടില്ല. ഖുദൂമിന്റെ തവാഫ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാര് തോള് മറക്കാനും പാടില്ല. അഥവാ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു മിനി നഗ്നനായിക്കൊണ്ടാണ്, അല്ലെ? അവർത്തകം അറിയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് വളരെ ലളിതമായ രീതിയിൽ അത് വസ്ത്രത്തിന്റെ ഏറ്റവും വില കൂടിയ വസ്ത്രം ആരും ഹജ്ജിന് പോകുമ്പോൾ വാങ്ങലില്ല. വെള്ളത്തുണി മതി. ഏറ്റവും വില കുറഞ്ഞതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതെന്നല്ല മരിക്കുമ്പോഴുള്ളത്. നമ്മൾ ആരെങ്കിലും ബാപ്പാക്ക് അതെങ്കിലും ഉമ്മാന്റെ മയ്യത്ത് പൊതിയാൻ ലിനന്റെ വെള്ളത്തുണി നിറഞ്ഞു പോകലുണ്ടോ? ഉണ്ടോ? ഏറ്റവും മുന്തിയ തന്നെ ആയിക്കോട്ടെ നമ്മൾ വിചാരിക്കലുണ്ടോ? നമ്മൾ പെരുന്നാക്ക് ഷർട്ട് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും നല്ല മോഡല്, ഏറ്റവും നല്ല വെള്ള, ഏറ്റവും നല്ല വില പിടിപ്പുള്ളതായാൽ കുറച്ചു കാലം വീട് നിൽക്കുന്നു വിചാരിക്കുന്നത് നമ്മള്. അതേ വ്യക്തിയെ കഫൻ പൊതിയുന്നത് വളരെ ലോലമായ, വളരെ സിമ്പിളായ, മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ കോറത്തുണിയിലാണ്. ലിനന്റെ തുണി ആരും വാങ്ങാറില്ല. തന്നെയാണ് ഹജ്ജിലുള്ളത്. ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങള് സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നമ്മർന്നല്ലോ ഒരു മിനി നഗ്നനായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ഒരു തോൾമുണ്ടുണ്ടാകും,
അതന്നെ തവാഫിൽ കുതുബിന്റെ സമയത്ത് അവന് പാടില്ല. ഒരു ഭാഗം അവൻ എന്ത് ചെയ്യണം? തോളിന്റെ ഒരു ഭാഗം അവൻ കഷം ഒഴിവാക്കിയിടണം. ഇതൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതെന്താ? യുഹ്ശറുൻ നാസ് യൗമൽ ഖിയാമ ഖുഫാതൻ ഉറാതൻ ഉർല. റസൂലിനെ പഠിപ്പിക്കാണ്, ഇങ്ങനെ ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാരെ അള്ളാഹു ഹാജരാക്കുന്നത് പരിപൂർണനായ നഗ്നനായിക്കൊണ്ടും ചെരുപ്പ് ധരിക്കാത്തവനുമായിട്ടാണ്. മഹ്ശറിൽ അള്ളാഹു മനുഷ്യന്മാരെ കൊണ്ടുവരുന്നത്. ഇത് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എല്ലാവരെയും അങ്ങനെയാണ് നിസാഉ വറിജാലു ജമീഅ, ആണും പെണ്ണൊക്കെ അങ്ങനെ തന്നെയാണ് നബിയെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോ ആയിഷ ബീവി ചോദിക്കാണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂല? എന്തൊരു ബഅ്ലുഹും ഇലാ ബഅ്ല്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂല നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു, യാ ആയിഷ, അൽ അംറുൽ അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ലുഹും ഇലാ ബഅ്ലിൻ. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ തിരക്കല്ല, പരസ്പരം ആണ് പെണ്ണിനെയും പെണ്ണ് ആണിന്റെയും നഗ്നത നോക്കുന്ന തിരക്കല്ല. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ശ്രദ്ധക്കണ് മാറി. അപ്പോ ഇതും നമുക്കറിയാം പരലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നാലാമത്തെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഹാജിമാര് ഹജ്ജിന്റെ മിക്ക സന്ദർഭങ്ങളിലും ഏതാണ്ട് അന്ത്യദിനത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷത്തിലാണല്ലോ ജീവിക്കുന്നത്. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അറഫ സംഗമം എടുക്കാം, അല്ലെ? അറഫയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, സ്ത്രീയും പുരുഷനും എല്ലാവരും ആ അറഫ മൈതാനിയില് ഒരുമിച്ച് കൂടുന്നു. ഇതേ പ്രകാരം തന്നെയാണ് നാളെ മഹ്ശറയിലും അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂടുന്നത്, അല്ലേ? മഹ്ശറയുടെ ഒരു ചെറിയ ദുനിയാവിന്റെ രൂപമാണ് ഹജ്ജിലെ അറഫ എന്നാണ്. അവിടെ എല്ലാം പിന്നെ നാട്ടുകാരും എല്ലാ കറുത്തവരും വെളുത്തവരും എല്ലാവരും അവിടെ വരികയാണ്. അങ്ങനെ അറഫയിൽ സംഗമിക്കുന്നു. അവരുടെ പിന്നെ പണി എന്താ അറിയോ? ആകെയുള്ള പണി കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തന്നെയാണ് മഹ്ശറ എന്ന് പറയുന്ന ആ ഒരു ദിനത്തിൽ നടക്കാനുള്ളത്, അല്ലേ? ആ ദിനത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞല്ലോ, ലിയൗമിൻ അദീം, അത് വല്ലാത്തൊരു ദിവസമാണ്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അന്ന് ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇതന്നെയാണ് ഒരു ഹാജി അറഫയിലും ചെയ്യുന്ന, അറഫ സംഗമത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ. അവൻ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചുരുക്കി പറയാം. അഞ്ചാമത്തെ ഒരു വിഷയമുണ്ട്. അതെന്താ? നിങ്ങള് ചുട്ടുപൊള്ളുന്ന സൂര്യന് കീഴിൽ ഒരു ഹാജി തല മറക്കാതെയാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കുന്നത്. അങ്ങനല്ലേ? തല മറക്കാതെയാണ് നിർവഹിക്കേണ്ടത്, അല്ലേ? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് ആ മഹ്ശറ എന്ന് പറയുന്ന ലോകത്ത് നമുക്കറിയാമല്ലോ, സൂര്യൻ ആദം സന്തതികളുടെ അടുത്ത് വരുന്ന അതിന്റെ ചൂടിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവർക്ക് യാതൊന്നുമില്ല. ഒരു മരമോ ഒരു ബിൽഡിങ്ങിന്റെ തണലോ ഒന്നുമില്ല. സൂര്യൻ ഒരു ചാൺ അകലത്തായിരിക്കുന്ന ഒരു ചാണനത്ര നമ്മുടെ ഈ 3 വിരല് അത് മടക്കി പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ചാൽ കിട്ടുന്ന ആ ഒരു അകലെത്രയാണോ, ആ അകലത്തെയാണ് ഒരു ചാണെന്ന് പറയുന്നത്. അഥവാ തന്ത വിരല് മുതൽ നമ്മുടെ ചെറു വിരല് അതിന്റെ അടിയിലുള്ള സ്ഥലം എത്രയാണോ അത്രക്ക് അടുപ്പത്തിലാണ് സൂര്യനെ അള്ളാഹു കൊണ്ടുവരികയെന്നാണ്. ഇത് കേട്ടപ്പോ സഹാബത്തിന് വല്ലാത്ത സംശയം. റസൂൽ പറഞ്ഞു, തുദ്നു വശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖി, സൂര്യൻ അന്ന് അടുത്ത് വരും, അള്ളാഹുവിന്റെ അടിമകൾക്ക് അടുത്ത് വരും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മൈലിൻ, ചില ആളുകൾക്ക് ഒരു മൈല് വരെ ഉണ്ടാവും. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം, ഓരോ മനുഷ്യന്മാരുടെയും അമലുകളുടെ തോതനുസരിച്ച് അവർ വിയർപ്പിൽ അങ്ങ് മുങ്ങിക്കളയും. കണ്ടോ? ഓരോരുത്തരും ചെയ്ത അമലിന്റെ തോതനുസരിച്ച് അവർ വിയർക്കുമെന്നാണ് ആ സൂര്യന്റെ ചൂടേറ്റിട്ട്. എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇപ്പം നമ്മൾ സൂര്യനെ കാണുന്നത്. ആ സൂര്യൻ അവിടെ നിന്നാൽ തന്നെ നമ്മൾ ആ റൂമിലോ പള്ളിയിലോ ഇരിക്കണമെങ്കിൽ, അതും ഒരു ടെറസിന് താഴെ ഒരു റൂഫിന് താഴെ ഇരിക്കണമെങ്കിൽ നമുക്ക് AC യോ ഫാനോ വേണം, അല്ലേ?
ആ സൂര്യനാണ് അടുത്ത് വരുന്നു പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതൊന്നും ഉമ്മാമക്കതല്ല കേട്ടോ, ഇതൊന്നും ഉമ്മാമക്കതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ ഉള്ളതാണ്. ഒരു മൈല് അടുത്ത് വരും. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖി ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ. ചില ആളുകള് പിന്നെ അവരുടെ തോള് വരെ വിയർക്കുന്നവരുണ്ടാവും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി. ചില ആളുകൾ മുട്ട് വരെ, അത് ഞെരിയാണി വരെ വിയർക്കുന്നവരുണ്ട്, കാലിന്റെ മുട്ടി വരെ വിയർക്കുന്നവരുണ്ട്. വമിൻഹും മൻ യകൂനു ഇലാ ഹിക്വൈഹി വമിൻഹും മൻ യൽജിമുഹു അൽഅറഖു ഇൽജാമൻ. ചില ആൾക്കാർ തോള് വരെ, ചെവിക്കുന്തി വരെയൊക്കെ വിയർക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകും അല്ലേ? സൂര്യന്റെ താഴെ ഒന്നുമില്ലാതെ ആ ഒരു പക്കാ മണലാരണ്യത്തില് ഹാജിമാർ സമ്മേളിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, മഹ്ശറയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യം, ഒരു തെളിവെന്താന്ന് അറിയങ്ങള്, അന്ത്യദിനത്തിലെ വിചാരണയുടെ നാളുകൾ അത് കഠിനമായതാണ്, കുറച്ച് ദീർഘമായതാണ്. റമദാനു ശേഷം ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാണ്, കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ടതാണല്ലോ അല്ലേ? നിസ്കാരം 5 മിനിറ്റാണ്, 5 വക്താണ്, 5 സമയത്താണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. സക്കാത്ത് കൊല്ലത്ത് ഒരുക്കി കൊടുത്താൽ മതി, ധർമ്മം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇതൊക്കെ അങ്ങനെയാണ്. 2 കാര്യങ്ങൾ കുറച്ച് തുടർച്ചയായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഏതാറിയോ? ഒന്ന് റമദാൻ മാസത്തിലെ നോമ്പ്, അത് 1 മുതൽ 30 വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. സാധിക്കുന്നവരൊക്കെ, രോഗികളാണെങ്കിൽ അവർക്ക് മാറ്റിവെക്കാം. ഹജ്ജും അതേമാതിരിയാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായി ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളിൽ പെട്ട ഒന്നാണ് ഹജ്ജ് അല്ലേ? ദുൽഹജ്ജ് 8, 9, 10, 11 തുടങ്ങിയ കുറച്ച് ദിവസങ്ങളിൽ തുടർച്ചയായിക്കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ റമദാന് ശേഷം പിന്നീട് ഹജ്ജാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേ പ്രകാരം നമുക്കറിയാമല്ലോ, 7ാമത്തെ ഒരു കാര്യം സഫക്കും മർവക്കും ഇടയിലുള്ള നടത്തം. ഇതും പരലോകത്തിന്റെ മറ്റൊരു ചെറിയ രൂപമാണ്. അതെന്താ നിങ്ങള്? സഫാ മർവക്കിടയിൽ ഉള്ള നടത്തം, അതിന് ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാ. സഫാ മർവക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജിമാർ നടക്കണം അല്ലേ? പണ്ഡിതന്മാര് പറയുന്നു, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആളുകൾ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചോദിക്കും, ശഫാഅത്ത് ചോദിക്കും. ആ ഒരു ഓട്ടത്തെ അനുസ്മരിപ്പിക്കുന്നു സഫാ മർവകൾക്കിടയിലുള്ള ഈ ഓട്ടമെന്ന് ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ട് കാണാൻ സാധിക്കും. എന്തറിയോ? ഓരോ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, നിങ്ങളെ ശഫാഅത്തിന് ഇന്നെങ്കിലും ഉൾപ്പെടുത്തണം കേട്ടോ. ഓരോ സമുദായത്തിന്റെയും ആളുകൾ അതാത് പ്രവാചകന്മാരുടെ മുമ്പിലേക്ക് ഓടുക. മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് പായും, പ്രവാചകരെ താങ്കൾ ശഫാഅത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം കേട്ടോ, നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓടുന്ന ആ ഓട്ടത്തെ സൂചിപ്പിക്കുന്നു. സഫാ മറുവുകൾക്കിടയിലുള്ള ഓട്ടം എന്ന് കാണാൻ സാധിക്കുന്നു. യൗമ യുഖ്റജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബി യുഫിലൂൻ. അതായത് ഖബറുകളിൽ നിന്ന് അവർ ബന്ധപ്പെട്ടവരായി പുറത്തു വരുന്ന ദിവസം അവർ ഒരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ടു വരുന്ന പോലെ ആയിരിക്കുന്ന, അവരെന്തോ ഒന്ന് ലക്ഷ്യം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ സഫാ മറവുകൾക്കിടയിൽ ഹാജിമാർ ഓടുന്നുവെങ്കിൽ ഇത് നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അമ്പിയാക്കളുടെ മുമ്പിലേക്ക് എന്റെ കാര്യം കൂടി താങ്കളൊന്ന് പറയണം, ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ ആ മഹ്ശറയുമായി, അന്ത്യനാളുമായി, പരലോകവുമായി, മരണവുമായി, നമ്മുടെ കബറിടവുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളാണെന്ന് ശരിക്കൊന്ന് വിലയിരുത്താൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങൾക്കുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. എന്താ നിങ്ങൾ? അള്ളാഹ്ക്ക് ഏറ്റവും ധാരാളമായി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദ് ബിമാ നസൂ യൗമൽ ഹിസാബ്. ഇന്നത്തെ തലമുറക്ക്, ആധുനിക മനുഷ്യർക്ക് പറ്റിയത് എന്താന്ന് ചോദിച്ചാൽ ആ ഒരു അന്ത്യദിനത്തെയും ആ ഒരു പരലോകത്തെയും മറന്നുപോയതാണ്. ആർക്കാ ഒരു ബോധമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അന്ത്യദിനം വരാണ്ട്, പരലോകം വരാണ്ട്
ഒരു മക്സറ തരാണ്ട് എന്നുള്ള വിചാരം തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ 38-ാം അധ്യായം സൂറത്ത് സ്വാദിലെ 26-ാമത്തെ വചനം, അവർ ന്യായവിധി നാളിനെ വിസ്മരിക്കുന്നതു നിമിത്തം അവർക്ക് വലിയ ശിക്ഷയുണ്ടായിരിക്കും എന്നതാണ്. സഹോദരങ്ങളെ, ആ ദിവസത്തെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ നമുക്കാർക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാഥനെ സ്തുതിച്ചുകൊണ്ട്, നാഥനെ ഓർത്തുകൊണ്ട്, വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് അവിടെ ഞാൻ രക്ഷപ്പെടണം, അവിടെ എനിക്ക് രക്ഷക്കായിട്ട് ഒരാളുമില്ല, എന്റെ വാപ്പയില്ല, മുതലും മക്കളും അവിടെ ഉപകാരപ്പെടൂല, അധികാരവും സ്ഥാനമാനങ്ങളും അവിടെ ഉപകാരപ്പെടൂല, ആർക്കും ഒരാൾക്കും യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ആ പരലോകത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക, അതിനുള്ള ഇൽമ് നമ്മൾ കരസ്ഥമാക്കുക, കർമ്മങ്ങളെ നന്നാക്കുക. നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, അന്ത്യദിനത്തെ മറക്കുന്നത് വിനാശകരമായ ഒരു ദുരന്തമാണ്. ആളുകൾ അത് ഓർമ്മിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു കാരണവശാലും മനുഷ്യന്മാര് കുഴപ്പക്കാരായി ജീവിക്കുമായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഹജ്ജിന്റെ ഈ സൂറത്ത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കൊണ്ട് തുടങ്ങിയതുപോലെ ഒരുപാട് ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അപ്രകാരം തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില ഹദീസുകളുടെ ആരംഭം തന്നെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും അതേ പ്രകാരം അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വേറെ ചില ഖുർആൻ ആയത്തുകളും അപ്രകാരം കാണാൻ സാധിക്കും. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആയത്തുകളും കാണാൻ പറ്റും. ഇതൊക്കെ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നമുക്കറിയാം, അതിൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തക്കോ യാതൊരു സ്ഥാനമില്ല. നിരുപാധികമായ അനുസരണമാണ്. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ അതങ്ങനെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നതാണ് അതിന് ഉത്തരം. അല്ലാതെ നമ്മുടെ യുക്തികൾ കൊണ്ട് ഞാൻ അതെന്തിനു ചെയ്യുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റൂല. നമുക്കറിയാമല്ലോ, അതിൽ ഓരോ കർമ്മങ്ങളും നമ്മുടെ ഹാജിമാർ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്. തവാഫാകട്ടെ, സഅയാവട്ടെ, പിന്നെ ശൈത്താനുള്ള കല്ലേറുകളാകട്ടെ, ജംറയാവട്ടെ, ഇതിന്റെയൊക്കെ എണ്ണം, അതേ പ്രകാരം അറഫയിലെ നൃത്തം, അതേ പ്രകാരം മുസ്തലിഫയിലെ രാപ്പാർക്കല്, ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ യുക്തി എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. എന്നിരുന്നാലും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ അതിലൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ആ പരലോകത്തെ ഓർക്കുക, അതിന് വേണ്ടുന്ന പണിയെടുക്കുക. ഇത് മാത്രമാണ്. നമുക്കറിയാമല്ലോ, ഉലൂഹിയത്തിന് വേണ്ടി തയ്യാറായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ സമയത്തും കൃത്യമായിക്കൊണ്ട് അവരുടെ നഖവും മുടിയും നീക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ദുൽഹജ്ജ് മാസം 1 മുതൽ അവൻ ബലിയറുക്കുന്നത് വരെ അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നാ പഠിപ്പിച്ചത്. എന്താ അതിന്റെ യുക്തി? അള്ളാഹ്ക്ക് എന്നെ അറിയോ, അള്ളാഹു ആയാലും അല്ലേ? അപ്പോ അള്ളാഹു പറഞ്ഞത് എന്താണോ, പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത്, അത് നമ്മൾ അനുസരിക്കുക. ആ അനുസരണമാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചതൊക്കെ മനസ്സിലാക്കാനും ദീനീ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനും അതുവഴി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനും നാളെ പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന നല്ല ആളുകളിൽ ഉൾപ്പെടാനും വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ
ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല മഖബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിച്ച് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. അത്തരം ഒരു സുവർണാവസരം മരണത്തിന് മുമ്പേ അള്ളാഹു നമുക്കും ഒരുക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും പൂർത്തിയാക്കി തരുമാറാവട്ടെ. കുറേ ആളുകൾ രോഗക്കിടക്കയിലാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നാഥ അങ്ങ് ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും റബ്ബേ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.